അവരെങ്ങനെ വർഗവഞ്ചകരാകും? അതൊരു ഇരട്ടത്താപ്പ് നയമല്ലേ മാസ്റ്ററെ? ആരെങ്കിലും UDF ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരോട് ചർച്ച ചെയ്യുക എന്നുള്ളതല്ലാതെ ആരെയും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയമാണ് UDF നേടിയിട്ടുള്ളത്. ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു കക്ഷിയുടെയും പിന്നാലെ പോയിട്ടില്ല, ഒരു കക്ഷിയുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. LDF വിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. ആ വരുന്നവരൊക്കെ വർഗവഞ്ചകരാണെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അപ്പൊ UDF വിട്ട് കോൺഗ്രസ് വിട്ടുപോയ ആളുകളൊക്കെ പുണ്യവാളന്മാരും CPM-ൽ മനം മടുത്ത് കോൺഗ്രസിലേക്ക് ആരെങ്കിലും വന്നാൽ അവർ വർഗവഞ്ചകരാകുന്നത് എങ്ങനെ? കോൺഗ്രസ് വിട്ടു പോയവർക്കൊക്കെ പരവതാനി വിരിച്ച് സ്വീകരണം കൊടുത്ത് അവർക്കൊക്കെ വലിയ പദവികൾ നൽകിയവരാണിവർ. അങ്ങനെ പോയവർക്ക് പദവികൾ നൽകി ആദരിച്ചവർ അവരുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വിട്ട് കോൺഗ്രസ് വന്നാൽ അവരെങ്ങനെ വർഗവഞ്ചകരാകും? അതൊരു ഇരട്ടത്താപ്പ് നയമല്ലേ മാസ്റ്ററെ? ആ ഇരട്ടത്താപ്പ് കേരളത്തിൽ ചെലവാകുമോ ഗോവിന്ദൻ മാസ്റ്ററെ? ഞങ്ങളാരെയും പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നല്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മനം മടുത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസം ഇല്ലാതായതിൽ പ്രതിഷേധിച്ചാൽ ഇന്നും വയനാട്ടിൽ ഒരാൾ രാജിവെച്ചു.